ഇവിടെ ഒരു ഭീകരനായ ദിനോസർ ഉറങ്ങിയ സമയത്ത് ഈ പെണ്ണ് ശബ്ദമുണ്ടാക്കാതെ പതിയെ ഒരു റാഫ്റ്റ് എടുത്തു കൊണ്ടുപോകുന്നു. വെള്ളത്തിനടുത്തെത്തിയപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. ആ ശബ്ദം കേട്ട് ദിനോസർ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. റാഫ്റ്റ് മുഴുവനായും ഓപ്പണായി വെള്ളത്തിലേക്കിട്ടപ്പോൾ പുറകിലുണ്ടായിരുന്ന ദിനോസറിനെ കാണാനില്ല. ഉടനെ അവൾ റാഫ്റ്റിൽ കയറി തുഴഞ്ഞു പോകാൻ ആരംഭിച്ചപ്പോൾ അവളുടെ പുറകിൽ ഇതൊന്നും അറിയാതെ ദിനോസർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വേഗത്തിൽ തുഴഞ്ഞ് അവളുടെ ആളുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അവർ വേഗത്തിൽ ഓടി വന്ന് ആ റാഫ്റ്റിൽ കയറിയിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട ദിനോസർ അവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അവരും വേഗത്തിൽ തുഴഞ്ഞു പോകുന്നുണ്ട്. അല്പദൂരം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ ആഴം കൂടുകയും ദിനോസർ നദിയിലൂടെ നീന്തി പിന്തുടർന്നു വരാൻ തുടങ്ങി. അത് വേഗത്തിൽ നീന്തി വന്ന് അവരുടെ മുന്നിലേക്കെത്തുകയും അവരുടെ റാഫ്റ്റ് മറിച്ചിടുകയും ചെയ്തു. അതുമാത്രമല്ല, വെള്ളം ഒഴുകിപ്പോകുന്ന ദിശ നോക്കി വേഗത്തിൽ ഓടിപ്പോയി നദിയിൽ വീണവരെ കടിച്ചു തിന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരെല്ലാം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു പാറയ്ക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്നു. ആ പാറയെ മറികടന്ന് എന്തായാലും ദിനോസറിന് വരാൻ കഴിയില്ല. കാരണം അതിന്റെ വിടവുകൾ ചെറുതായിരുന്നു. എന്നാൽ ഒരു ചെറിയ പെൺകുട്ടി മാത്രം മറിഞ്ഞു കിടന്നിരുന്ന റാഫ്റ്റിന്റെ അടിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അവൾ പതിയെ നീന്തി അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ബുദ്ധിമാനായ ദിനോസർ തല വെള്ളത്തിനടിയിലാക്കി റാഫ്റ്റിനടിയിൽ പെൺകുട്ടിയുണ്ടെന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് ആ റാഫ്റ്റ് കടിച്ചെടുത്ത് പലതവണ വീശുന്നു. ആ പെൺകുട്ടി മരിച്ചെന്ന് മറ്റുള്ളവരും കരുതുന്നു. എന്നാൽ ആ കുട്ടിക്ക് യാതൊന്നും സംഭവിച്ചിരുന്നില്ല. അവളും അവരുടെ അടുത്തേക്ക് വേഗത്തിൽ നീന്തി എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ട ദിനോസർ അവളെ കൊന്നു തിന്നാൻ വേണ്ടി വേഗത്തിൽ അടുത്തേക്ക് നീങ്ങി. അവസാന നിമിഷത്തിൽ എല്ലാവരും കൂടി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ദിനോസറിന് ആ വിടവിലൂടെ പുറത്തേക്ക് വരാനും കഴിഞ്ഞില്ല.